ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ റിയാലിറ്റി ഷോ എന്ന് പറയുന്ന ഒരു ആ. സ്കൂളിംഗ് ഉണ്ടല്ലോ. യെസ്, യെസ്, യെസ്. അതൊരു ഭയങ്കര ഭയങ്കര ഒരു മോൾഡിംഗ് സ്കൂളിംഗ് ആണ്. മൗൾഡിംഗ് ആണ്. ഞാൻ റിയാലിറ്റി ഷോയിൽ വരുന്ന സമയത്ത് എനിക്ക് 16-17 വയസ്സുള്ളൂ. അപ്പോൾ ഉം. അതിനു മുമ്പ് നാദിർ ഷെയ്ഖയുടെ കൂടെ ഞാൻ ഷോസിന് പോവായിരുന്നു. ഉം, 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 അപ്പോൾ ഉം, ഉം. അവിടുത്തെ കുട്ടി സിംഗറായിട്ട് ചൈൽഡ് സിംഗറായിട്ട് ഉം. നാദിർ ഷെയ്ഖ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാടുമ്പോൾ ഒരു കുഞ്ഞു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ കറങ്ങും. അവിടെ ഉം. നിന്ന് അങ്ങോട്ട് പോവില്ല അങ്ങോട്ട് പോവില്ല, എനിക്ക് പേടിയാ. ഓ. അത് എത്ര അടിപൊളി "യേ മേരാ ദിൽ" പാടിയാലും ഞാൻ അവിടെ തന്നെ നിന്ന് പാടുള്ളൂ. അങ്ങനെ ഇവരൊക്കെ എന്നെ പമ്പരം എന്നാ പേരിട്ടത്. ഒരേ സ്ഥലത്ത് നിന്ന് കറങ്ങാ. അപ്പോൾ അതിങ്ങനെ പതുക്കെ 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 ബ്രേക്കായി വന്നത് ഐഡിയ റിയാലിറ്റി ഷോ ആണ് ഉം, ബേസിക്കലി. ഉം, ഉം, ഉം. അതിനുശേഷം പിന്നെ സ്റ്റേജ് എനിക്കൊരു എന്താ പറയുക, സ്റ്റേജ് എനിക്ക് ഭയങ്കര ആർത്തിയുള്ള ഒരു സ്പേസാണ്. ഉം, ഉം, ഉം. അപ്പോൾ പക്ഷെ ബാൻഡ് വന്നപ്പോഴാ കുറച്ചുകൂടി തുറന്നത് നമ്മൾ ബാൻഡ് ആസ് എ എന്ന് പറയുമ്പോൾ വ്യക്തി. നമ്മളുടെ സ്ഥലമല്ലേ. ആ, 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 അപ്പോൾ ആ, ആ. എഗെയിൻ ഈ കൊച്ചിലേ തുടങ്ങി സ്റ്റേജ്, അച്ഛൻ മ്യൂസീഷ്യൻ ആയതുകൊണ്ടും അച്ഛൻ്റെ കൂടെ ഞാൻ വലിയ വലിയ മ്യൂസീഷ്യൻസിൻ്റെ പരിപാടിക്കൊക്കെ പോവും. അച്ഛൻ എന്നെ അവരുടെ പരിപാടിയിലൊക്കെ ഒരു പാട്ട് പാടിപ്പിക്കുകയൊക്കെ ഉം, ചെയ്യും ഉം, ഇങ്ങനെ. ഉം, 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 ഉം. അപ്പോൾ സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്പെഷ്യലി നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ ഓരോരുത്തരുടെ പ്രോഗ്രാംസും കാണുമ്പോൾ അവരിങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കേണ്ട ഷോ, ഉം, അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എന്നെ ഭയങ്കര ഫാസിനേറ്റ് ചെയ്യുമായിരുന്നു. ഉം, ഉം, ഒരു പാട്ട് കഴിയുമ്പോൾ അടുത്ത പാട്ടിലേക്ക് ഈ ലീഡ് പാടുന്ന ആൾ തന്നെയാണല്ലോ ഈ ഫുൾ സംഭവത്തിൻ്റെ ഒരു ഹെഡ് ഫാക്ടർ വരുന്നത്. ഉം, ഉം, അപ്പോൾ പാടുന്ന ആൾ തന്നെ അടുത്ത പാട്ട് BGM അടുത്ത റെഡി അല്ലേ ചോദിക്കുന്നു, ടോക്ക് ബാക്കിൽ കൂടെ. ഇതൊക്കെ എന്നെ ഭയങ്കര കൗതുകപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. ഉം. അപ്പോൾ അത് നമ്മളുടെ ഒരു സ്പേസിൽ നമ്മളുടെ ബാൻഡിലേക്ക് വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കത് ഇപ്പോഴും. പക്ഷെ ഈ ഐഡിയ സ്റ്റാർ സിംഗർ ഷോ കണ്ട ആള് കൂടിപ്പോയാൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ കെ.എസ്. ചിത്രയോ എസ് ജാനകിയമ്മയൊക്കെ പാടുന്ന പോലെ ഉണ്ടാവുള്ളൂ അമൃതയെന്നാ വിചാരിക്കുക. പക്ഷെ ഇപ്പൊ കാണുമ്പോ നമ്മുടെ ടൈലർ സ്വിഫ്റ്റ്, മോണിക്കയുടെ ഒക്കെ ഒരു വേറെ വേർഷൻ ഭയങ്കര ആഘോഷമായിട്ട്. നാടോടുമ്പോ നടുവോടല്ലേ. പക്ഷെ നമ്മള് മെലഡി പാട്ടുകൾ പാടുമ്പോ നിന്ന് ആ, അതെ, അനങ്ങാണ്ട് അതെ. അങ്ങനെ തന്നെയാണ് പാടുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാത്രം ഷോ ആയിക്കഴിഞ്ഞാലും ആളുകൾക്കും അത് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇങ്ങോട്ടും കിട്ടുക. യെസ്. അപ്പോൾ അതെ, ഞാൻ അതെ, എങ്ങനെ ഇവരുടെ അടുത്ത് സംസാരിക്കാൻ, ഈ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിലത്തെ 2 മണിക്കൂർ 2.5 മണിക്കൂർ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വരുന്നവരാ. തീർച്ചയായും. അവിടെ നിന്ന് അവർക്ക് ഏറ്റവും ഹൈപ്പറിൽ തിരിച്ചു പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്റർടൈൻഡ് ആവണം അവര്. അവര് നാളെ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവർ ഹാപ്പി ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ സമയം കളഞ്ഞ് ഇവിടെ വന്നിരിക്കണേ. എന്തോരം പ്രശ്നങ്ങൾ, എന്തോരം സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെ ചിരിപ്പിക്കുക എന്നുള്ളൊരു ആഗ്രഹം അത് ജെന്യുവിൻ ആയിട്ട് എനിക്ക് സ്റ്റേജിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ക്രൗഡിൻ്റെയും ഫേസ് കണ്ടു കഴിഞ്ഞാൽ അതെന്തോ ഒരു ബ്ലെസ്സിങ് ആണ്. എനിക്കത് അവരുടെ ക്രൗഡിനനുസരിച്ച് സംസാരിക്കാൻ പറ്റാറുണ്ട്, എല്ലാവരും ഒന്ന് ചിരിപ്പിച്ച് പോകാൻ പറ്റാറുണ്ട്. അതെനിക്ക് എൻ്റെ ഒരു അഹങ്കാരമാണെന്ന് വേണമെങ്കിൽ പറയാം. ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്, അതെനിക്കൊരു അഹങ്കാരം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സെമിൻ സാര കണ്ണ എന്നുള്ള പാട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ കണ്ണ നിർവിളിക്കുന്നതിന്റെ അവിടെ കുറെ സംഗതികളൊക്കെ ഉണ്ടല്ലോ. എനിക്കതിന്റെ കാര്യങ്ങൾ അറിയില്ല, ടെക്നിക്കാലിറ്റി അറിയില്ല. പക്ഷെ ഈ ഈ സിനിമയുടെ അകത്തും ഈ പാട്ടിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്, പടയപ്പ എന്നുള്ള സിനിമയുടെ അകത്ത്. കാരണം ഈ നീലാംബരിക്ക് അത്ര കണ്ടൊരു ഇഷ്ടമാണ് പുള്ളിയുടെ അടുത്ത്. അതായത് പുള്ളിയെ കിട്ടിയേ പറ്റൂ, അങ്ങനെയുള്ള വലിയൊരു പ്രതികാര കഥയിലേക്കാണ് അത് പോകുന്നത്. അത്രയും എന്താ പറയാ, അത്രയും ക്രേവിംഗ് ഉള്ള ഒരു രീതിയിലാണ് ഈ കണ്ണ എന്നുള്ള വിളി നീലാംബരി പടയപ്പ നോക്കി വിളിക്കുന്നത്. അപ്പം സ്റ്റേജിൽ വിളിക്കുമ്പോഴും ഈ കണ്ണാവിളികളിലാണ് പലപ്പോഴും ഈ ആളുകളെ കയ്യിലെടുക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്, സ്റ്റേജിന്റെ ഓരോരോ സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇതെങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പോൾ തീരുമാനിക്കുക, അതോ ഇതൊക്കെ സ്പോട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണോ? സ്റ്റേജിന്റെ കാര്യങ്ങളാണോ? യെസ്. കുറെയൊക്കെ നമ്മള് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെയൊക്കെ ആ പാട്ട് പാടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതൊരു എക്സ്പീരിയൻസും കൂടെയാണ് വിഷ്ണു. ഇത്രയും വർഷങ്ങളായിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ, ഈ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഒരു 50% ഔട്ട്കം എന്തായിരിക്കും നമുക്ക് അറിയാൻ പറ്റും. അതൊരു അനുഭവം, നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മറന്നുപോയി. മിൻസാര കണ്ണ എന്നുള്ള ആ ബീറ്റില്ലേ, ആ ഒരു ഭാഗല്ലേ, ആ സാധനം ഒന്ന് പാടിക്കരുത് തരുമോ? മിൻസാര കണ്ണ എൻ മന്നാ എൻ ആണല്ലേ എൻഡിൽ പോർഷൻ ആണോ? എൻഡിൽ പോർഷൻ. നൈസ്. നമ്മള് ക്വസ്റ്റ്യൻ എന്താ? അതായത് ഈ ഇങ്ങനെയുള്ള ചില ഏരിയകൾ വെച്ചിട്ടാണല്ലോ ഈ ആളുകളെ കയ്യിലെടുക്കുക, അതിന് ആളുകളുടെ അടുത്തേക്ക് പോവുക, ആളുകളെ കൊണ്ട് അത് പാടിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ഏരിയകൾ ഏതാണെന്ന് ഓൾറെഡി ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. നമുക്കൊരു ഐഡിയ ആദ്യമേ ഉണ്ടാവും, കുറച്ചൊക്കെ നമുക്ക് ഐഡിയ ഉണ്ടാവും. പിന്നെ സ്റ്റേജിൽ വരുമ്പോൾ ചിലപ്പോൾ ഈ വിചാരിച്ച സംഭവം ഒന്നും ആയിരിക്കില്ല.
ചിലപ്പോൾ ഇതൊന്നും വർക്കാവൂലായിരിക്കും. അപ്പൊ നമ്മള് നയം മാറ്റുക. ചിലപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്കാവും, അപ്പൊ വീണ്ടും നയം മാറ്റുക. സോ ഇറ്റ്സ് അബൌട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് എക്സ്പീരിയൻസ് തന്നെയാണ്. നവ്യ നായരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും ജാഠ്യതയോട് കൂടിയിട്ട് വെച്ചാൽ ഇപ്പൊ ചിരിയാണ്, പക്ഷെ അന്ന് അതായിരുന്നു, അതില്ലെങ്കിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോകുമെന്നൊക്കെ ചേച്ചിനോട് വലിയ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറ്റി ഒരുപാട് എക്സ്റ്റൻസീവ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് അടങ്ങുമ്പോൾ ഭയങ്കര ക്രിഞ്ചാണ് വിഷ്ണു എന്നാണ് എന്നോട് പറയുന്നത്. ക്രിഞ്ചിന്റെ എക്സ്ട്രീമാണ്. സമാനമായിട്ട് എനിക്ക് കുറച്ച് വോട്ട് തരായിരുന്നില്ല എന്ന് ചോദിക്കുന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, സ്പെസിഫിക് ക്ലിപ്പ്, അത് കാണുമ്പോൾ ക്രിഞ്ചാണോ ഫീൽ ചെയ്യുന്നത്? ക്രിഞ്ചൊന്നും അല്ല, ഇപ്പോഴും അതേ സങ്കടമുണ്ട്. അല്ല അങ്ങനെയല്ല, സങ്കടമല്ല, പക്ഷെ അന്ന് അതെന്റെ സത്യസന്ധമായിട്ടുള്ള വികാരമാണ്. അന്ന് ഡു ഓർ ഡൈ ആയിരുന്നു അല്ലേ? ഡു ഓർ ഡൈ ആയിരുന്നു. ഓരോ എന്റെ കാലഘട്ടത്തിൽ കൂടെ ഞാൻ എക്സ്പ്രസ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് എന്റെ 100% ഉള്ള വികാരമാണ്. അതിന് ഞാൻ പുറകോട്ടിരിഞ്ഞ് കളിയാക്കിയിട്ട് എന്താ കാര്യം? അന്ന് എനിക്ക് അത് ഏറ്റവും വലുതായിരുന്നു. മാത്രമല്ല, ഞാൻ ഫിനാലേക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പിൽ ഞാൻ ഫിനാലയുടെ ഡ്രസ്സ് തയ്പ്പിച്ചു, ഫിനാലേക്കുള്ള പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം എനിക്കിങ്ങനെ ഇത് തരുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എന്നെ പറ്റിച്ച് തിരിച്ചു വാങ്ങുമായിരിക്കും എന്ന്. അത്രയും കോൺഫിഡന്റ്, കാരണം മാർക്ക് വൈസ് ഞാൻ സെക്കൻഡ് ആയിരുന്നു. അപ്പൊ ഈ വോട്ട് കൊണ്ട് പോകുന്നുള്ള ഒട്ടും വിചാരിക്കണില്ലല്ലോ. അപ്പൊ അത് ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോയ നിമിഷമായിരുന്നു. ഇപ്പൊ ഓൺ കോമ്പോസിഷൻസ് ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ചാരിതാർത്ഥ്യമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അമൃത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഓൺ ബ്രാൻഡും കൂടിയാണ്, പെർഫോമറാണ്, വലിയ വലിയ ഇപ്പം ആൻഡ്രിയയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു, എ.ആർ. റഹ്മാൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അവിടെ നിന്നാണല്ലോ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതായത് പണ്ട് ഈ എല്ലാവരും ചൊല്ലുന്നു എന്നുള്ള കപ്പ ടി.വിയുടെ പരിപാടിയുടെ അല്ല, ഇപ്പം നമ്മുടെ ലെവൽ മാറി. നമ്മളിന്ന് ആളുകൾ പ്രതീക്ഷകൾ കൂടുതലാണ് ആളുകൾക്ക്. അപ്പം ഇപ്പോൾ പണ്ട് ആളുകൾ നിരന്തരമായിട്ട് വർക്ക് ഇറക്കുന്നത് കുറയ്ക്കുമല്ലോ, കുറച്ചുകൂടി റിഫൈൻഡ് ആക്കുമല്ലോ. അങ്ങനെ റിഫൈൻഡ് ആവാനൊക്കെ ശ്രമമുണ്ട്. അതിപ്പോഴും ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. മനസ്സിൽ തോന്നുന്നത് ഒതന്റിക് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോണു, അത്രേ ഉള്ളൂ. അതിൽ വലിയ വലിയ ചിന്തകളൊക്കെ വെച്ചിട്ടൊന്നും. ഈ വേൾഡ് മ്യൂസിക്കിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വിധം ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇപ്പം ഞാൻ നമ്മുടെ ആര്യദയാലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ എന്നോട് പറഞ്ഞൊരു കാര്യം, അവർ ഗ്ലോബ് എടുത്ത് അങ്ങ് കറക്കുകയാണ്. എന്നിട്ടൊരു കൺട്രിയിൽ ടച്ച് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ, അപ്പം അത് ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. അങ്ങനെ അവരുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വർക്കിനൊക്കെ മിഡിൽ ഈസ്റ്റിലെ കുറേ മ്യൂസീഷ്യൻസിനൊക്കെ ആയിട്ടാണ് അവർ കൊളാബറേറ്റ് ചെയ്യുന്നത്. അതുപോലെ അവർ ഇൻസ്പിറേഷൻസ് ഒക്കെ എടുക്കുന്നത് ഇപ്പോൾ നള്ളി ജമീലയുടെ ഒരു പുസ്തകം വായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആംഗിളിൽ ഇത് സെക്സ് വർക്കറിന് എന്താ പറയാനുണ്ടാവുക, അതാണ് അവരുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ എവിടെ നിന്നൊക്കെയാണ് ഇൻസ്പിറേഷൻസ് വരുന്നത്? എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ലൈക്ക് സോളോ ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി എന്തെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റണ്ടാകുമ്പോൾ അപ്പം നടുവിടാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സോളോ ട്രാവലറായി മാറിയത്. അപ്പം ഓരോരുത്ത് പോകുമ്പോൾ, ഓരോരെ കാണുമ്പോൾ, ഓരോ നാഷണാലിറ്റീസിലെ ആളുകളെ കാണുമ്പോൾ, അവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ, അങ്ങനെ എൻ്റെ മ്യൂസിക് എൻ്റെ അനുഭവമാണ്.